ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് രേവതി. നമുക്കിന്ന് ജെറോം എസ് ബ്രൂണറുടെ കാഴ്ചപ്പാടുകൾ സ്റ്റെപ്സ് നോക്കാം. 3 സ്റ്റെപ്സ് ആണുള്ളത്: പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം എന്നിങ്ങനെ. പ്രതിരൂപാത്മക ഘട്ടം അല്ലെങ്കിൽ പ്രതീകാത്മക ഘട്ടം എന്നും പറയും. ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ് എന്നിങ്ങനെ 3 ഘട്ടങ്ങളാണ്. അപ്പം നിങ്ങൾ ആദ്യം തന്നെ ഒരൊറ്റ വാക്യത്തിൽ പഠിക്കുവാണെങ്കിൽ എങ്ങനെ പഠിക്കുക? ലേണിംഗ് ബൈ ആക്ഷൻ, ലേണിംഗ് ബൈ സീയിങ്, ലേണിംഗ് ബൈ തിങ്കിങ് എന്ന് മാത്രം പഠിച്ചാൽ മതി. ആദ്യത്തെ പ്രവർത്തന ഘട്ടമാണല്ലേ. ഇവിടെ കുട്ടി പ്രവർത്തിച്ചു പഠിക്കുന്നു, പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് വസ്തുക്കളെ കൈകാര്യം ചെയ്ത് പഠിക്കുന്നു. ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ട് കുട്ടി ഗണിതം പഠന സാധ്യമാക്കുന്നതാണ് പ്രവർത്തന ഘട്ടം എന്ന് പറയുന്നത്. അതാണ് ലേണിംഗ് ബൈ ആക്ഷൻ എന്ന് പറഞ്ഞത്. ആക്ഷൻസിലൂടെ നേരനുഭവങ്ങൾക്ക് കാരണമാകുന്നത് പ്രവർത്തനങ്ങളിലൂടെയാണ്. കുട്ടികൾ വസ്തുക്കളെയും ധാരണകളെയും മനസ്സിലാക്കുന്നു. കുട്ടികളിൽ മാനസിക പ്രതിനിധാനം നടക്കുന്നു ഈ ഒരു ഘട്ടത്തിലൂടെ. ഈ ഘട്ടത്തിൽ കുട്ടികൾ വസ്തുക്കൾ കൈകാര്യം ചെയ്ത് പ്രവർത്തനത്തിലൂടെയാണ് പഠിക്കുന്നത്. ഇത്ര മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. പ്രവൃത്തിയിലൂടെ പഠനം സാധ്യമാക്കുന്നത് ആദ്യത്തെ ഘട്ടം. ഇവിടെ കുട്ടി ഭാഷയിലേക്ക് എത്തിയിട്ടില്ല, ആദ്യത്തെ ഘട്ടമാണ്. അപ്പോൾ കുട്ടി പ്രവർത്തനത്തിലൂടെ പഠിക്കുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2+5 എന്നത് 2+5 എന്നത് അതുപോലെ തന്നെ 2+3 എന്നതൊക്കെ ആദ്യമേ തന്നെ ഇക്വേഷൻ ഇട്ട് കുട്ടി ആഡ് ചെയ്ത് കൂട്ടിയല്ല എഴുതുന്നത് അല്ലെ. ആദ്യം തന്നെ നമ്മളത് ഒബ്ജക്ട്സിലൂടെയാണ് പഠിപ്പിക്കുന്നത്. ഇപ്പൊ 2+3 = 5 ആണ്. അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 കല്ലുകളോ അല്ലെങ്കിൽ 2 മുത്തുകളോ ഒക്കെ യൂസ് ചെയ്യും. 2 കല്ലുകൾ പ്ലസ് 3 കല്ലുകൾ അല്ലെങ്കിൽ 2 മുത്തുകൾ പ്ലസ് 3 മുത്തുകൾ ഒക്കെ ചേർത്ത് വെച്ചിട്ട് കുട്ടിയെ കൊണ്ട് കൗണ്ട് ചെയ്യിപ്പിക്കും. ഇവിടെ കുട്ടി പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ട്, അതിലൂടെ തന്നെ ഗണിതം പഠിക്കുന്നുണ്ട്. അപ്പോൾ ആക്ഷൻസ് അവിടെ വരുന്നുണ്ട് അല്ലെ. കൗണ്ടും ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പൊ പ്രവൃത്തിയിലൂടെ കുട്ടി പഠിക്കുകയാണ്. ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് അവിടെ. ഒബ്ജക്ട്സ് യൂസ് ചെയ്ത് ഒബ്ജക്ട്സ് വെച്ച് കുട്ടി കൗണ്ട് ചെയ്യാണ് പ്രവൃത്തിയിലൂടെ. അതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഒന്നിൽ ഇപ്പൊ നമ്മൾ പറയാറില്ലേ, അമൂർത്തമായ ഒന്നാണ് ഗണിതം, മൂർത്തമായ രീതിയിലേക്ക് നമ്മൾ കുട്ടിയെ പഠിപ്പിക്കുന്നു അല്ലെ. കല്ലുകൾ യൂസ് ചെയ്യാം, പെൻസിൽ യൂസ് ചെയ്യാം, സ്റ്റിക്കറുകൾ യൂസ് ചെയ്യാം, അങ്ങനെ എന്ത് വേണേലും നമുക്ക് വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ഒബ്ജക്ട്സ് യൂസ് ചെയ്ത് പ്രവൃത്തിയിലൂടെ കുട്ടിക്ക് പഠനം സാധ്യമാക്കുന്നതാണ് പ്രവർത്തന ഘട്ടം എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സ്വന്തമായിട്ട് എഴുതാൻ സാധിക്കും. ഇതെന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ. നെക്സ്റ്റ് ആണ് ബിംബന ഘട്ടം എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ലേണിംഗ് ബൈ സീയിങ് ആണ്. കണ്ട്, കാഴ്ചയിലൂടെ. ഇത്ര നേരം ആക്ഷൻസിലൂടെ, ഇനി കാഴ്ചയിലൂടെ. കുട്ടി കണ്ട കാര്യങ്ങളുടെ മനോചിത്രം മനസ്സിൽ രൂപീകരിക്കുന്നു എന്ന് പറയുന്നില്ലേ, അതുപോലെ തന്നെ ഇവിടെ ചിത്രങ്ങൾ യൂസ് ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത്. ഈ ഘട്ടത്തിൽ കുട്ടികൾ ചിത്രങ്ങൾ, ചാർട്ട്, മോഡലുകൾ എന്നിവയൊക്കെ ഉപയോഗിച്ചാണ് പഠിക്കുന്നത്. ബിംബന ഘട്ടം ഐക്കോണിക് സ്റ്റേജ് ആണ്. പ്രവർത്തന ഘട്ടത്തിലൂടെ ലഭിച്ച മാനസിക പ്രതിനിധാനം പ്രവർത്തനങ്ങളുടെയോ വസ്തുക്കളുടെയോ മാനസിക ബിംബം കുട്ടികളെ രൂപപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ അവിടെ ആക്ഷൻസിലൂടെ, പ്രവൃത്തിയിലൂടെ പഠിച്ചതിന് ശേഷം പിന്നീട് പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം കണ്ടു പഠിക്കുന്നതിലേക്ക് എത്തിയേക്കാണ്. അപ്പൊ ചിത്രം, ചാർട്ട്, മോഡല് എന്നിവയൊക്കെ ഉപയോഗിച്ച് ഇപ്പൊ 2+3 = 5 പഠിപ്പിക്കുമ്പോൾ നമുക്ക് പിക്ചർ യൂസ് ചെയ്യാം. 2 ആപ്പിൾ പ്ലസ് 3 ആപ്പിൾസ് നമ്മൾ പിക്ചറായിട്ട് കൊടുത്തിട്ട് കൗണ്ട് ചെയ്യിപ്പിക്കാം. അപ്പൊ കുട്ടി കണ്ടാണത് കൗണ്ട് ചെയ്യുന്നത്. നമ്മളപ്പോ കുട്ടിക്ക് ചിത്രം നൽകുകയാണ്. അവിടെ കുട്ടി സീ ആണ് അല്ലെ, സീയിങ് ആണ്, ലേണിംഗ് ബൈ സീയിങ് ആണ്. ആദ്യത്തേല് ആക്ഷൻ ആയിരുന്നു, പ്രവൃത്തി ചെയ്യാണ് കുട്ടി, പ്രവൃത്തി ചെയ്ത് പഠിക്കുന്നു. രണ്ടാമത്തേലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുട്ടി കണ്ടുപഠിക്കുന്നു. അവിടെ നമുക്ക് ചിത്രങ്ങൾ യൂസ് ചെയ്യാം, ഗ്രാഫുകൾ യൂസ് ചെയ്യാം, ചാർട്ടുകൾ യൂസ് ചെയ്യാം. ഉദാഹരണമാണ് ഇപ്പോൾ പറഞ്ഞത്. ദൃശ്യ സഹായം അല്ലെങ്കിൽ ദൃശ്യ സഹായത്തോടെ കുട്ടി പഠിച്ചെടുക്കുകയാണ് ബിംബന ഘട്ടം. ആ ലഭിച്ച ധാരണയെ കുട്ടി മനസ്സിൽ മനോചിത്രമായി രൂപകൽപ്പന ചെയ്യുകയാണ് ബിംബന ഘട്ടത്തിൽ അല്ലെങ്കിൽ ഐക്കോണിക് സ്റ്റേജിൽ. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റേജ് എന്ന് പറയുന്നത് ഘട്ടം പ്രതീകാത്മക ഘട്ടമാണ്. സിംബോളിക് സ്റ്റേജ് ആണ്. പ്രതീകാത്മക ഘട്ടം ഓർ പ്രതിരൂപാത്മക ഘട്ടം എന്നൊക്കെ പറയും. പ്രതീകാത്മക ഘട്ടം ബിംബന ഘട്ടത്തിലൂടെ രൂപീകരിക്കപ്പെട്ട അറിവുകളും ആശയങ്ങളും ധാരണകളും കൂടുതൽ ദൃഢമാകുന്നത് ഈ ഘട്ടത്തിലാണ്. ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ലേണിംഗ് ബൈ തിങ്കിങ് ആണ്. ചിന്തിക്കുന്നു ആ സമയത്ത്.
ഏതിലൂടെ? പ്രോബ്ലംസ് ഇക്വേഷൻ ഇട്ട് ചെയ്യാനായിട്ട്. ഇത്രയും നേരം കുട്ടി ഒബ്ജക്റ്റിലൂടെ അമൂർത്തമായ ഒന്നിനെ മൂർത്തമാക്കിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ഷൻസിലൂടെ പഠിച്ചു, പിക്ചേഴ്സിലൂടെ പഠിച്ചു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടി ഇക്വേഷൻ ഇട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് അല്ലേ? പ്ലസ്, ഇൻറ്റു, ഇതൊക്കെ നമ്മൾ സിമ്പിൾസ് ആണല്ലേ. ആ സിമ്പിൾസിലൂടെ കുട്ടി ഓരോ പ്രോബ്ലംസ് ചെയ്യാൻ തുടങ്ങുന്നത് ഈ ഘട്ടത്തിലാണ്. ഈ ഘട്ടത്തിൽ കുട്ടികൾ സംഖ്യകൾ, ചിഹ്നങ്ങൾ എന്നിവയൊക്കെ ഉപയോഗിച്ച് പഠിക്കുന്നു. 2 + 3 = 5. അവിടെ പ്ലസ് ആഡ് ചെയ്തിട്ടാണ് അത് കൂട്ടേണ്ടത്. അല്ലെങ്കിൽ ഗുണനം, ഹരണം, അതുപോലെയുള്ള എല്ലാത്തിൻ്റെയും സിമ്പിൾസ് യൂസ് ചെയ്യാണ് കുട്ടി അവിടെ. ആ സിമ്പിൾസ് യൂസ് ചെയ്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടി പഠിക്കുകയാണ്. അതുപോലെ തന്നെ അധ്യാപകർ ഈ ഒരു ഘട്ടത്തിൽ നൽകുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഗണിത ചിഹ്നങ്ങൾ പരിചയപ്പെടുത്തും അല്ലേ? ഗുണനം, ഹരണം, അതുപോലെ തന്നെ പ്ലസ് ചെയ്യുന്നതിന്, കൂട്ടല്, കുറയ്ക്കല്, ഇതിൻ്റെയൊക്കെ സിമ്പിൾസ്, ചിഹ്നങ്ങൾ പരിചയപ്പെടുത്തിയിട്ട് അതിലൂടെ ഇക്വേഷനിലൂടെ ചിന്തിച്ച് എങ്ങനെ ആൻസറിലേക്ക് എത്താമെന്നുള്ളത് ടീച്ചർ പഠിപ്പിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കിയത് ബ്രൂണറിൻ്റെ അല്ലെങ്കിൽ ജെറോമസ് ബ്രൂണറുടെ 3 ഘട്ടങ്ങളാണ്. പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതീകാത്മക ഘട്ടം. ആദ്യത്തെ സ്റ്റേജാണ് പ്രവർത്തന ഘട്ടം, ഇനാക്റ്റീവ് സ്റ്റേജ്. ലേണിംഗ് ബൈ ആക്ഷൻ എന്ന് മാത്രം പഠിച്ചു വയ്ക്കുക. പ്രവൃത്തിയിലൂടെ എന്നത് ഓർക്കുക, ഇഷ്ടം പോലെ എഴുതാൻ കിട്ടും. നെക്സ്റ്റ് ആണ് ബിംബന ഘട്ടം, ഐക്കോണിക് സ്റ്റേജ്. ചിത്രം ദൃശ്യവൽക്കരിച്ച് എന്ന സാധനം മനസ്സിലേക്ക് കൊണ്ടുവരിക. ലേണിംഗ് ബൈ സീയിങ് എന്ന് ഓർക്കുക. ഏറ്റവും ലാസ്റ്റായിട്ട് വരുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് സിംബോളിക് സ്റ്റേജ് ആണ്. സിമ്പിൾസ് എന്ന് തന്നെ. അപ്പം സിംബോളിക് എന്ന് കേൾക്കുമ്പോൾ തന്നെ പ്രതീകാത്മകം, പ്രതീകങ്ങൾ ഉപയോഗിച്ച് പ്ലസ്, മൈനസ്, ഇൻറ്റു, ഇതൊക്കെയാണല്ലേ. അപ്പോൾ ഇതുപോലെ സിമ്പിൾസ് യൂസ് ചെയ്യാണ് ലേണിംഗ് ബൈ തിങ്കിങ് ആണ്. അപ്പോൾ ഇതേപോലെ വളരെ സിമ്പിളായിട്ട് വളരെ യൂസ്ഫുള്ളായ രീതിയിൽ പഠിക്കുക കേട്ടോ. സിമ്പിളായിട്ട് മെത്തേഡ്സ് യൂസ് ചെയ്ത് ഓരോന്നും മനസ്സിലാക്കി പഠിക്കുമ്പോൾ ഇഷ്ടംപോലെ എഴുതാനും പറ്റും, മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതാണ് ചർച്ച ചെയ്തത്. ബ്രൂണറിൻ്റെ ഘട്ടങ്ങളാണ് ചർച്ച ചെയ്തത്. എല്ലാവർക്കും ഈ ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ടീച്ചിങ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസിന്, അതുപോലെ DLED കോഴ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ്, ഇപ്പോൾ കേറ്റിട്ടൊക്കെ ആയിക്കോട്ടെ, LP UP ഒക്കെ ആയിക്കോട്ടെ, അതുമായൊക്കെ ബന്ധപ്പെട്ട വീഡിയോസ് എല്ലാം ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് എല്ലാം ലഭിക്കും. അപ്പോൾ മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്